ഏപ്രിൽ 19 രാത്രി 7 മണിക്ക് മാഹിയുടെ വികസന സ്വപ്നങ്ങളുമായി നേർരേഖ എത്തുന്നു. അറബിക്കടലിൻ്റെ കൺപുരികം, എം മുകുന്ദൻ്റെയും IK കുമാരൻ്റെയും മണ്ണ്. ഓരോ തെരുവുകൾക്കും നിഗൂഢമായ കഥകൾ പറയുവാനുള്ള ചരിത്ര പട്ടണം. 9 കിലോമീറ്റർ വിസ്തൃതി, 1,00,000 ജനസംഖ്യ. മാഹിക്കുമുണ്ട് സ്വപ്നങ്ങൾ. വിദ്യാഭ്യാസ, ആരോഗ്യ, ടൂറിസം രംഗത്ത് മാഹിയിലുണ്ടായിട്ടുള്ളത് വൻ കുതിപ്പ്. സ്ഥലം കിട്ടാത്തത് വികസനത്തിന് തടസ്സമാകുന്നു. നിലവിലെ MLA നടത്തുന്നത് രാഷ്ട്രീയം നോക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണെന്ന് കോൺഗ്രസ് നേതാവ് PP ആശാലത. ആ സത്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള നിലവിലെ MLAക്ക് മുമ്പുള്ള ഒരു MLA ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിർഭാഗ്യവശാൽ തന്നെയാണ്. മയ്യഴിയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ തന്നെയാണ് രാമചന്ദ്രൻ മാസ്റ്റർ എന്ന് പറയുന്ന ആ MLA നമുക്ക് വരുന്നത്. അപ്പൊ വ്യക്തിപരമായി എന്ന് പറയുമ്പോൾ നമുക്കൊരു നാട്ടിലെ ഒരു MLA എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല നമുക്ക് വേണ്ടത്. ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത, റോഡ് വികസനം ഇല്ലാത്ത, നഗരസഭാ തെരഞ്ഞെടുപ്പ് നടക്കാത്ത, നഗരസഭാ തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് കത്തുകൊടുത്ത MLA ഉള്ള നാട് മാഹിയെന്ന് CPM നേതാവ് അഡ്വക്കേറ്റ് T അശോക് കുമാർ. ഇത്രയും വികസന കാര്യത്തിൽ ഇത്രയും പിന്നോക്കം നിന്ന ഒരു പ്രദേശം ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല. ബാക്കി കേരളത്തിലൊക്കെ നമ്മൾ പിന്നോക്കാവസ്ഥ ഒന്ന് പറയാം. ഇത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു മുനിസിപ്പാലിറ്റി മാഹിയാണ്. കോൺഗ്രസും CPM-ഉം ഒന്ന്. നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ MLA ഒന്നുമല്ലാതാകും. നഗരസഭാ തെരഞ്ഞെടുപ്പിനെ MLA എതിർക്കുന്നത് അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ. BJP സർക്കാർ 4 വർഷം കൊണ്ട് മാഹിക്ക് നൽകിയത് വൻ നേട്ടങ്ങളെന്ന് BJP നേതാവ് അങ്കവളപ്പിൽ ദിനേശൻ. BJPക്ക് ഇതിൽ വ്യക്തമായ നിലപാടുണ്ട്. BJP ഇലക്ഷൻ പ്രഖ്യാപിച്ചതല്ലേ 2 പ്രാവശ്യം. ഇവര് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയുണ്ട്. ഇപ്പൊ അവസാനം ഇത് കാസ്റ്റ് വൈസിന്റെ സംവരണം വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ് ഇപ്പൊ നിന്നത്. അതിന് നമ്മൾ കമ്മീഷൻ വെച്ചു. കമ്മീഷൻ അതിന്റെ തെളിവെടുപ്പ് നടത്തി, അതിന് സർവേ നടത്തി. കാരണം വെച്ചാൽ ഭരണവർഗം ഒരിക്കലും ഈ പഞ്ചായത്ത് ഇലക്ഷൻ ആഗ്രഹിക്കാത്തതിന്റെ കാരണം പോണ്ടിച്ചേരിയിൽ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 2 നിയമസഭകൾ ഏകദേശം ചേർന്നിട്ടാണ് ഒരു മുനിസിപ്പാലിറ്റി വരുന്നത്. 5 MLA-മാരൊക്കെയാണ് ഒരു ഇത് വരുന്നത്. നേതാക്കൾ പറയുന്നതിന്റെ അകംപൊരുൾ അറിയാൻ, മാഹിയുടെ വികസന സാധ്യതകൾ അറിയാൻ കാണുക നേർരേഖ.